കഴിഞ്ഞ 2 വീഡിയോകളിൽ 1957 തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ 1960 തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. അപ്പോൾ ഈ പണ്ടുകാലത്തെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബാലറ്റ് പെട്ടികൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സൈക്കിളുകളിലായിരുന്നു. ഓരോ സ്ഥാനാർത്ഥിക്കും പല പല നിറത്തിലുള്ള ബാലറ്റ് പെട്ടികൾ വെക്കുമായിരുന്നു. ഈ ബാലറ്റ് പെട്ടികളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം പലപ്പോഴും സ്ഥാനാർത്ഥിക്കുള്ള പല കത്തുകളും ചിലപ്പോൾ നാണയത്തുട്ടുകളും കണ്ടെത്താറുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പേര് വിളിക്കുക എന്നത് സമൂഹം അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളുടെയും പേര് ഈ വോട്ടർ പട്ടികയിൽ കിടന്നത് അപ്പുവിൻ്റെ അമ്മ, രാഘവന്റെ ഭാര്യ എന്നിങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു ശരിയായിട്ടുള്ള തിരിച്ചറിയൽ രേഖകളൊക്കെ വരുന്നത് വരെ ഈ പ്രശ്നം നേരിട്ട് കൊണ്ടിരുന്നു. അപ്പൊ ഈ കാലത്തെ കൂടുതൽ വോട്ട് വിശേഷങ്ങൾ അറിയുന്നതിനായിട്ട് നമുക്ക് ഇനി അടുത്തത് ക്വിസ് മാസ്റ്ററിന്റെ അടുത്തേക്ക് പോവാം. ക്വിസ് മാസ്റ്റർ അപ്പ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 1960 തിരഞ്ഞെടുപ്പായി. ഏത് രാഷ്ട്രപതി ഭരണം? 1959 VMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിന് ശേഷം, ജവഹർലാൽ നെഹ്റു വിട്ടതിന് ശേഷം രാഷ്ട്രപതി ഭരണമാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് 1960 തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമായി. അങ്ങനെ 60 തെരഞ്ഞെടുപ്പായി. അപ്പോൾ ഈ പറയുന്ന പോലെ വിമോചന സമരമാണ് ഇതിന് വഴിയൊരുക്കിയത്. അപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസും ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് ആണ് ഈ ഇലക്ഷൻ നേരിടുന്നത്. അപ്പം അന്നത്തെ മെയിൻ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റത്തെ തോൽപ്പിക്കുവാൻ വോട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പം ആ മുന്നണി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ്, RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, അപ്പം RSP ഇങ്ങനെയുള്ള കക്ഷികളാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരും. ഇലക്ഷൻ നടന്നു. കോൺഗ്രസിന് കാര്യമായ നേട്ടമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടിംഗ് നടന്നു. അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടിംഗ് ശതമാനം കൂടുതലാണെങ്കിലും സീറ്റ് എണ്ണം കുറവായിരുന്നു. മനസ്സിലായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടിംഗ് പെർസെന്റേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കൂടുതൽ ഒരു പാർട്ടിയുടെ എടുത്ത് വെച്ച് നോക്കിയാൽ. പക്ഷെ സീറ്റ് എണ്ണി വരുമ്പോൾ കോൺഗ്രസിന്റെ മുന്നണിക്കാണ് കൂടുതൽ. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളെല്ലാം കൂടി ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. കാരണം അവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ടാണ് മത്സരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അത് ഏകോപിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല സീറ്റുകളും അവർക്ക് നഷ്ടമായി. ഓക്കെ, അങ്ങനെ ഇതിന്റെ ഈ വിജയത്തിന്റെ ചുക്കാൻ പിടിച്ച ആരായിരുന്നു? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? PT ചാക്കോയും KPCC പ്രസിഡന്റ് ആരായിരുന്നു? ആർ ശങ്കർ. അപ്പൊ അവർ രണ്ടുപേരുമായിരുന്നു ഈ വിജയത്തിന്റെ അണിയറയിൽ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നടന്ന ഇലക്ഷൻ UDF ജയിക്കുകയാണെങ്കിൽ VD സതീശന് വലിയൊരു പങ്കുണ്ട് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ. VD സതീശൻ പ്രതിപക്ഷ നേതാവ്? ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ടായിരുന്നു, ഒരു തിരുത്ത്. KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് സണ്ണി ജോസഫാണ്. പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ VD സതീശൻ. അങ്ങനെ ആർ ശങ്കറിനും PT ചാക്കോയ്ക്കും ഈ വിജയത്തിന്റെ വലിയൊരു പങ്ക് ഉണ്ട്. അങ്ങനെ വ്യക്തമായി പറഞ്ഞാൽ വിമോചന സമരം മുതൽ 1960 ഇലക്ഷൻ വിജയം വരെയുള്ള കാര്യങ്ങളിൽ മുഖ്യ ആസൂത്രകനായി പ്രവർത്തിച്ച ആരാണ്? PT ചാക്കോയായിരുന്നു. വിമോചന സമരത്തിന് മന്നത്ത് പത്മനാഭനെയും ഫാദർ വടക്കന്റെയും കത്തോലിക്ക സഭയെ ഒക്കെ ഏകോപിപ്പിച്ച് ഇങ്ങനൊരു വിജയം കൈവരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വലിയൊരു പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിതാന്ത പരിശ്രമമാണ് അതിന്റെ പുറകിൽ. അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് മന്ത്രിസഭ വരുന്നു. കോൺഗ്രസ് മന്ത്രിസഭയില് ഇതിനകത്ത് രസം എന്ന് പറഞ്ഞാല് കോൺഗ്രസിനാണ് സീറ്റ് കൂടുതൽ. കോൺഗ്രസിന് 63 സീറ്റുണ്ട്, PSPക്ക് 20 സീറ്റേ ഉള്ളൂ. പക്ഷേ തലമൂത്ത നേതാവ് എന്ന നിലയിൽ പട്ടം താണുള്ള പറഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നേ പറ്റൂ, എന്നെങ്കിൽ മാത്രമേ എൻ്റെ പാർട്ടി നിങ്ങളെ പിന്താങ്ങുകയുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ഭൂരിപക്ഷം തയ്ക്കാനും പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവസാനം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റേതര മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരാണ്? പട്ടം താണുപിള്ളയാണ്. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ ഉപമുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായി? കോൺഗ്രസിന്റെ ആർ ശങ്കറായിട്ട് വന്നു. അടുത്തത് നമ്മളപ്പോൾ പട്ടം താണുപിള്ളയെ പറഞ്ഞു. പട്ടം താണുപിള്ളയുടെ കുറച്ച്
ഹൈലൈറ്റ് പോയിന്റ്സ് എന്ന് വാർത്ത പറഞ്ഞു. പട്ടം താണുള്ള ആരായിരുന്നു നേതാവ്? പിന്നെ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയല്ല, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയാണ്. പിന്നെ ഏതിന്റെ പ്രധാനമന്ത്രിയായിരുന്നു? തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിന്നെ പട്ടം താണുകളിലേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണറായ വ്യക്തിയാണ് പട്ടം താണുപിള്ള. അത് നമ്മൾ പുറകിൽ പറയും. അപ്പോൾ ഈ മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു കോൺഗ്രസ് ഉണ്ട്, PSP ഉണ്ട്, മറ്റേ രണ്ട് ഗ്രൂപ്പ് ഏതൊക്കെയാ? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. പിന്നെ വേറെ രണ്ടെണ്ണം RSP. അപ്പം മതേതരത്വ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ കോൺഗ്രസ് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അതായത് മുസ്ലിം ലീഗിന് 11 സീറ്റുണ്ട്. മുസ്ലിം ലീഗ് മതേതര പാർട്ടി അല്ല എന്ന് പറഞ്ഞ് ഇവരിതിനെ മുസ്ലിം ലീഗിനെ ഗവൺമെന്റിലെ സ്ഥാനം കൊടുത്തില്ല കോൺഗ്രസ്സുകാർ. കാരണം ഓർക്കണം, മുസ്ലിം ലീഗ് ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ 47 ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായ രാജ്യമാണ്, അല്ലെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിച്ഛായ നിൽക്കുന്നത് കൊണ്ട് ഇവരെ മാറ്റി നിർത്തി. അപ്പം ഒടുക്കം എന്ത് ചെയ്തു? അതിന് പകരം ലീഗിന് എന്ത് ചെയ്തു? ലീഗിന് സ്പീക്കർ സ്ഥാനം കൊടുത്തു. സ്പീക്കർ സ്ഥാനം കൊടുക്കണേ അവർ രാജി വെച്ചിട്ട് സ്പീക്കർ സ്ഥാനം എടുക്കണം. അതായത് അവരുടെ ഒരു MLAക്ക് സ്പീക്കർ സ്ഥാനം കൊടുക്കും, അത് വെച്ച് രാജി വെച്ചിട്ട് വേണം. പാർട്ടിന്ന് രാജിവെക്കുന്ന പോലെ. അങ്ങനെ സീതി സാഹിബിന്, ലീഗിന്റെ സീതി സാഹിബ് അങ്ങനെ സ്പീക്കറായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു വർഷം എന്ത് പറ്റി? സീതി സാഹിബ് മരിച്ചു. സീതി സാഹിബ് മരിച്ചപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും അടുത്ത ആൾ വന്നു. അതാരാണ്? CH മുഹമ്മദ് കോയ. അങ്ങനെ പുള്ളി ഇതുപോലെ രാജിവെച്ചതിന് ശേഷമാണ് പുള്ളിയെ കൊണ്ട് സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തത്. അങ്ങനെ 1961 ഇലക്ഷൻ നടക്കുന്ന 1960. ആദ്യം സീതി സാഹിബായി, പിന്നെ CH മുഹമ്മദ് കോയയായി. അത് കഴിഞ്ഞപ്പോൾ 1961 ലോക്സഭാ ഇലക്ഷനിൽ CH മുഹമ്മദ് കോയ ജയിച്ചു കയറിയപ്പോൾ എന്തു പറ്റി? പിന്നീട് സ്പീക്കർ ആക്കിയത് അലക്സാണ്ടർ പറമ്പിത്തറയാണ്. അലക്സാണ്ടർ പറമ്പിത്തറ എന്ന് പറയുന്നത് മുഖത്ത് ഭാവം കാണുമ്പോൾ വിചാരിക്കും മുസ്ലിം ലീഗ് ആണ്, അല്ലാതെ കോൺഗ്രസിന്റെ ആളാണ്. അലക്സാണ്ടർ പറമ്പിത്തറ ക്രിസ്ത്യൻ പേര്. അതെ, അലക്സാണ്ടർ പറമ്പിത്തറയാണ് പിന്നീട് സ്പീക്കറായത്. അങ്ങനെ 3 സ്പീക്കർമാരെ ഈ നിയമസഭയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അക്കാലത്ത് മലബാർ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ എപ്പോഴും എതിർത്തിരുന്നത്. മലബാറിലെ കോൺഗ്രസിന് മുസ്ലിം ലീഗിന് എതിരായിരുന്നു. ലീഗുകാരെ സ്പീക്കറാക്കാൻ പറ്റില്ലെന്ന് അവര് ശക്തമായി വാദിച്ചു. അതിൽ അവരുടെയൊക്കെ നേതാവാണ് CK ഗോവിന്ദൻ നായർ. കമ്മ്യൂണിസ്റ്റ് നേതാവല്ല, കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇത് കോൺഗ്രസ് നേതാവായ CK ഗോവിന്ദൻ നായർ, MN ഗോവിന്ദൻ നായരല്ല പറയുന്നത്. അപ്പോൾ CK ഗോവിന്ദൻ നായർ മലബാറിൽ നിന്നുള്ളതാണ് പുള്ളി. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എതിർത്തു ലീഗിന്. കാരണം ഇവര് തമ്മിലൊരു പോരാട്ടം നിൽക്കുന്നുണ്ട്. എന്നാൽ തിരുവിതാംകൂറിലെ കൊച്ചിയിലെയും കോൺഗ്രസ്സുകാർ ഇത് എതിർത്തു. അവർ പറഞ്ഞു അവർക്ക് സ്പീക്കർ സ്ഥാനം കൊടുക്കാം, പക്ഷെ രാജിവെച്ച് വരണം. അങ്ങനെയാണ് അവർക്ക് രണ്ട്, സീതി സാഹിബിനും CH മുഹമ്മദ് കോയക്കും കിട്ടുന്നത്. രസമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് മുസ്ലിം ലീഗിനോടുള്ള കോൺഗ്രസിന് സമീപനം വ്യക്തമാക്കുന്ന ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഒരു പ്രാവശ്യം കോഴിക്കോട് വന്നു. പുള്ളി മുസ്ലിം ലീഗിനെ വിളിച്ചത് മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ചത്ത കുതിരയെ കാഴ്ചവെമ്പിളായിൽ സൂക്ഷിക്കണമെന്നും ഒക്കെ നെഹ്റു ലീഗിനെ ആക്ഷേപിക്കുന്നുണ്ട്. ഈ ആക്ഷേപങ്ങൾ കാരണമായിരിക്കും പിന്നീട് മുസ്ലിം ലീഗ് ഭരണമുന്നണിയിൽ നിന്നും പിന്മാറുകയായിരുന്നു.